السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستفتهم ألربك البنات ولهم البنون. സൂറത്ത് സാഫാത്ത് 149 വചനം. ഇതുവരെയൊക്കെ നാം പറഞ്ഞു വന്നിരുന്ന പല പ്രവാചകന്മാർ ചരിത്രങ്ങളായിരുന്നു. അതിന് അവരെന്ത് ചെയ്തു? അവരെ ഉപദേശിക്കാൻ വേണ്ടി, അവരുടെ സമൂഹത്തെ ഉപദേശിക്കാൻ വേണ്ടി അള്ളാഹു തആല ധാരാളം പ്രവാചകന്മാരെ അയച്ചു. അങ്ങനെ സ്വീകരിച്ചവരെ രക്ഷപ്പെടുത്തി, അല്ലാത്തവരെ നശിപ്പിച്ചു എന്ന ചരിത്രമായിരുന്നു പല പ്രവാചകന്മാരുടെ ഇതിലൂടെ നമുക്ക് പറഞ്ഞത്. ഇപ്പോൾ പറയാൻ ഞാൻ പോകുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആരോപണം. മുശ്രിക്കുകൾ, അതേപോലെ തന്നെ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അതായത് അള്ളാഹുവിന് മക്കളുണ്ട് എന്നൊരു വാദം, അതും പെൺമക്കളാണ് എന്നൊരു വാദം. യഹൂദന്മാർ ആരോപിച്ച് സുബൈർ അള്ളാഹുവിൻ്റെ മകനുമാണ്. ക്രിസ്ത്യാനികൾ ആരോപിച്ചു ഈസാ നബി ഇസ്ലാം അള്ളാഹുവിൻ്റെ മകനാണ്. മുശ്രിക്കുകൾ ആക്ഷേപിച്ചു മലക്കുകളൊക്കെ തന്നെ അള്ളാഹുവിൻ്റെ മക്കളാണ്, പെൺമക്കളാണ് എന്നുള്ള ആരോപണം. മാത്രമല്ല, അങ്ങനെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിന് മക്കളാണല്ലോ ഇവരൊക്കെ പറഞ്ഞ ആളുകൾ മക്കളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം? അള്ളാഹുവിനോട് അടുത്തവരാണല്ലോ അവരൊക്കെ തന്നെ. അതിന് അവരെ ശുപാർശക്കാരാക്കി, അവരെ ഇടയാളന്മാരാക്കി അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക? അവരെ ബിംബം വെച്ചിട്ടും വിൽക്കാതെയും അവർക്ക് എന്ത് ചെയ്യുന്നു? ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഹൗലാ ശുവാന എന്തല്ലാ എന്നായിരുന്നല്ലോ ന്യായം പറഞ്ഞിരുന്നത്. അവർ കൂട്ടരൊക്കെ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്ന്. മഹാന്മാരായ ആളുകളെ നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട്, അവർ പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ പാപം തേടിക്കൊണ്ട് കഴിഞ്ഞിരുന്ന സമൂഹത്തോട് അതൊക്കെ ആരാധനകളാകുന്നു, ആരാധനക്കാരൻ അള്ളാഹു മാത്രമാകുന്നു, അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് അള്ളാഹു മാത്രം അർപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിച്ചപ്പോഴേ ഒക്കെ പറയുന്നത് ഹൗലാ ശുവാന എന്തല്ലാ, കൂട്ടരൊക്കെ ഞങ്ങൾ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അവരെ ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്, ശുപാർശക്കാരാണ് എന്നുള്ള വാദമായിരുന്നു അള്ളാഹു തആലയുടെ പ്രവാചകന്മാരോട് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ, പല വാദങ്ങളും ഖുർആൻ നിഷേധിച്ചു, തള്ളിക്കളയുകയും ഉണ്ടായി. ഇവിടെ തള്ളിക്കളയുന്നത് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നുള്ള മുശ്രിക്കുകളുടെ വാദത്തെയാണ്. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ഓർക്കുക. അതുകൊണ്ട് ചരിത്രത്തിലേക്ക് നീങ്ങുകയാണ്. പുതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളോട് മുശ്രിക്കീങ്ങൾ ചോദിക്കുവാനായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുവാനായി അല്ലാഹു തആല പറഞ്ഞു, ഫസ്തഫ്തിഹിം, അവരോട് വിധി തേടുക, അന്വേഷിക്കുക, അഭിപ്രായം ചോദിക്കുക. എന്താ ചോദിക്കേണ്ടത്? അലി റബ്ബിക അൽ ബനാത്തു വൽഹുമുൽ ബനൂൻ. അലി റബ്ബിക, നിന്റെ രക്ഷിതാവിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, നിന്റെ രക്ഷിതാവിനാണോ എന്ത്? അലി റബ്ബിക അൽ ബനാത്തു, പെൺമക്കളൊക്കെ നിന്റെ രക്ഷിതാവിനാണോ? വലഹുമുൽ ബനൂൻ, അവർക്കൊക്കെ ആൺമക്കളുമോ? ആം ഹലക്കനൽ മലായികത ഇനാഥ, അതല്ല നാം മലക്കുകളെ പെണ്ണുങ്ങളായി സൃഷ്ടിച്ചതിനെ ഉഹും ഷാഹിദൂൻ, അവർ സാക്ഷികളാണോ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല തുറന്ന വചനങ്ങളിൽ അത് നിഷേധിച്ച് തള്ളുകയാണ്. അല്ലാഹു നമുക്കറിയാമല്ലോ, അള്ളാഹു വഴിയെ ഉള്ള മുഴുവനും എന്താണ്? അള്ളാഹു സൃഷ്ടികളാണ്. മലക്കുകളാകട്ടെ, ജിന്നുകളാകട്ടെ, മനുഷ്യരാകട്ടെ, എന്തൊക്കെയോ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്നല്ലാതെ ചില പ്രവാചകന്മാരോ മലക്കുകളൊന്നും അള്ളാഹുവിൻ്റെ മക്കളല്ല. അള്ളാഹുവിന് എന്തല്ല, അള്ളാഹു സിഫത്തിനെ യോജിച്ചതല്ല. സുബ്ഹാനഹു തആല അമ്മാ യുശ്രികൂൻ. അവന് ഇത്ര പരിശുദ്ധനാണ് അവർ ശിർക്ക് വെക്കുന്നതിൽ നിന്ന്. അള്ളാഹു തആല പരിശുദ്ധനാണ്. അള്ളാഹുവിന് ഭാര്യ മക്കളൊന്നും ഉണ്ടാവില്ല. പറയുക പ്രവാചകനെ ഹുവല്ലാഹു, പറയുക കാര്യം അത് അള്ളാഹു അഹദ്, അവൻ സർവാധികാരിയായ ഒരുവനാകുന്നു. സാധാരണക്കാർ ഒരുവനല്ല, സർവാധികാരിയായ, സർവ്വ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവനാണ്, സർവ്വസൃഷ്ടി സംരക്ഷിക്കുന്ന ഒരുവനാകുന്നു.
അവനാവുന്ന ആരാധിക്കരൻ അള്ളാഹു സമ്മത്, അവൻ സർവാശ്രയനെ യജമാനാവുന്ന സൂറത്ത് തന്നെ. എല്ലാവർക്കും അവൻ്റെ സഹായം ആവശ്യമാണ്. അവൻ്റെ സഹായം ആർക്കും ആവശ്യമില്ല. സമ്മത് ലം യലിദ് വലം യൂലദ്, അവൻ സന്താനം ജനിപ്പിച്ചിട്ടില്ല, സന്താനം ജനിച്ചിട്ടുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല എന്ന് തൗഹീദിൻ്റെ ഇന്ന് വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി ഒരു സൂറത്ത് തന്നെ അള്ളാഹു തആല അവതരിപ്പിച്ച് പഠിപ്പിച്ചു ിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആരോപണങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഖുർആൻ എന്തെങ്കിലും വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്, ഇത്തരം വിമർശങ്ങളിൽ നിന്നല്ല യാതൊരു കഴിവുമില്ല, കള്ളത്തരം പറഞ്ഞുണ്ടാക്കുകയാണ്. അങ്ങനെ അള്ളാഹുലേക്ക് എന്ത് ചെയ്യുന്നു, ഇത്തരം ആളുകളിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത അനാചാരങ്ങളിലൂടെ ശിർക്കിലും ബിദ്അത്തിലും എത്തിപ്പെടുകയാണ് ഇതിൻ്റെ ഫലം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നിഷേധിച്ചിട്ടുണ്ട്. അത്തരം വിശ്വാസം കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടായിക്കൂടാ. അത് ശരിക്കും വിശ്വാസ ആചാരങ്ങളാണ് എന്ന് തൽക്കാലം മനസ്സിലാക്കുക. തുടർന്നുള്ള വചനങ്ങളിലും പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് പറയാൻ കേൾക്കുവാനും ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് മാറട്ടെ. ഒരു ഹദീസിലേക്കാണ് നിങ്ങൾ കാര്യമായി നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആയതാ അത് ഉപയോഗിക്കും. ശരിക്കും മനസ്സിലാണ് പകർത്തി വെക്കുക. ആയതാ അത് ഉപയോഗിക്കും നഫ്സുക ബൈന ജംബൈക കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങളെ ഏറ്റവും വലിയ ശത്രു, നിങ്ങൾ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ രണ്ട് ശരീരത്തിൽ നിങ്ങൾ പാർശ്വങ്ങൾക്കിടയിലുള്ള നിങ്ങളുടെ മനസ്സാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ മനസ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്, തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇന്ന നഫ്സൽ അമ്മാറത്തു ബിസൂ, ഇന്ന നഫ്സ് മനസ്സ് ചീത്ത എന്ത് ചെയ്യുന്നു നമ്മളോട് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് കാണാം. ഇസ്മായിൽ അലൈഹി ഇസ്ലാം പറയുന്നത്, നഫ്സി, എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കി പറയുന്നില്ല. ഇന്ന നഫ്സ നിശ്ചയം നഫ്സ് മനസ്സ് അമ്മാറത്തുൻ, അതിന് കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസു തിന്മ ചെയ്യാനും വേണ്ടി. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ. ഇല്ല റബ്ബി, റബ്ബ് എന്ത് ചെയ്യുന്നു, മറ്റ് പലർക്കും അനുഗ്രഹം നൽകിയിട്ടുണ്ട്, അനുഗ്രഹം ചെയ്തതൊഴികെ എന്നുള്ളതാണ്. അമ്മാറത്തുൻ ബിസൂയി വളരെ ഗൗരവത്തോട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഫറായ കാര്യമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, പറഞ്ഞുകൊണ്ട് ശബ്ദം ഉണ്ടാക്കരുത് എന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. ദിക്ർ ദുആകളൊക്കെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. അതൊക്കെ സുന്നത്തേ ഉള്ളൂ. ഫർളായ കാര്യം പറഞ്ഞ പ്രതിഫലം എന്താണ് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഫർളായ ഒരു കർമ്മം നോക്കിയിട്ട് സുന്നത്ത് ഉപേക്ഷിക്കുക, അതാണ് ഹൈറ്. അതിങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറയാം എന്നല്ലാതെ വലിയ ദിക്ർ ദുആകളോ അല്ല പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ല ആമീൻ പറയുക എന്നൊക്കെ അല്ലാതെ എന്തല്ല നമ്മൾ മറ്റുള്ള അപശബ്ദങ്ങൾ ഉണ്ടാക്കാതിരിക്കലാണ് നമുക്ക് ഹൈറ്. അപ്പോൾ ശ്രദ്ധ പോവുകയാണ്, തെറ്റുകയാണ് പറഞ്ഞിരുന്ന വിഷയത്തിൽ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ശത്രു ഞാൻ പറഞ്ഞു വന്നത് അതാ അത് വിക്കും നഫ്സുക എന്നുള്ളതാണ്. നമുക്ക് ബഹിയാട്ടം പഠിക്കാവുന്നതാണ്. ഏറ്റവും അതാ ശത്രു അത് വിക്കും, നിങ്ങളെ ശത്രുക്കളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ശത്രു നഫ്സുക, നിങ്ങൾ നഫ്സാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ നഫ്സ് എന്ത് ചെയ്യുന്നു, തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ ഒരു സൂറത്തിൽ നമുക്ക് കാണാം, ഉശംസിയിൽ ആരാണോ അതിനെ ആത്മാവിനെ പരിശുദ്ധപ്പെടുത്തുന്നു അതും ജയിച്ചു. അപ്പോൾ അതിനെ പരിശുദ്ധിപ്പെടുത്തുക, മനസ്സിനെ പരിശുദ്ധിപ്പെടുത്തുക. മനസ്സുകൊണ്ടാണ് പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തൊരു കാര്യങ്ങൾ എന്തൊക്കെ കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നു, നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും ഒക്കെ തന്നെ നമ്മൾ മനസ്സാണ് നമ്മൾ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. നമ്മൾ അമൽ ബിനിയാദ്, അമലൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. ആ നിയ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ എങ്ങോട്ട് പോകണം, എന്ത് പ്രവർത്തിക്കണം എന്നൊക്കെ മനസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നന്മയിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയിൽ വിരോധിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ മനസ്സുകളാണ്. അപ്പോൾ ആ മനസ്സിനെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. ആ മനസ്സിനെ തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാശത്രുവാണ് നമ്മൾ പിശാച് അറിയാമല്ലോ. അത് നബി അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്തു, വഴിപിഴച്ചു പോയി. അപ്പോൾ മനുഷ്യരായ നമ്മളൊക്കെ തന്നെ വഴിപിഴക്കുവാൻ അവന് സമർത്ഥനാണ്. അവന് മറപ്പിച്ച് കളയും. ഫനസിയ ആദം ഭഗവ, ആദം നബി ഇസ്ലാം എന്ത് ചെയ്തു, മറന്നു കളഞ്ഞു, അവന് വഴി തെറ്റി, വഴി വെച്ചുപോയി. അള്ളാഹു തആല എന്ത് ചെയ്തു, ഇസ്തിഗ്ഫാർ ചെയ്യാൻ പ്രാർത്ഥന പഠിപ്പിച്ചു. അവർ രണ്ടുപേരും ഇസ്തിഗ്ഫാർ ചെയ്തു. അവരെന്ത് ചെയ്തു, അവരെ ഇസ്തിഗ്ഫാർ പാപമോചന തേട്ടം അള്ളാഹു സ്വീകരിച്ചു. അവർ തിരഞ്ഞെടുത്ത പ്രവാചകന്മാരെ അംഗീകരിച്ചു, ഭൂമിയിലേക്ക് നമുക്ക് അയച്ചു.
ഇബ്ലീസ് എന്ത് ചെയ്തില്ല, ഇസ്തിഗ്ഫാർ ചെയ്തില്ല, അവൻ അഹങ്കരിച്ചു, അവൻ പുറത്തു കൊടുത്തില്ല എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇബ്ലീസിൻ്റെ ഷർറ് വരാതിരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവൻ കടന്നു വരും, അത് ഓർത്തോ ഇത് ഓർത്തോ മറ്റോർത്തോ എങ്ങനെ ഓർത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്തിൽ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുനാജാത്ത് സംഭാഷണം നമ്മളുള്ളത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിനോട് പറയുന്നത് അർത്ഥം ഉൾക്കൊള്ളുകൊണ്ട് മനസ്സിനെ ഫറഖൽബു ഇലല്ലാഹി തആല, അൽബ് അള്ളാഹുവിലേക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കി നിർത്തും മറ്റ് ചിന്തകളിൽ നിന്ന്. അതിനെതിരായിട്ട് നമ്മൾ തടസ്സമായി പിശാച് വരും. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്തുകൊണ്ട് ഇടത്ത് ഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുനീരില്ലാതെ എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നമ്മൾ മറ്റൊരു സാഹിബിയോട് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക, നമുക്കും അത് മാതൃകയാണ്. അപ്പോൾ അത് അങ്ങോട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ആ പ്രാർത്ഥന എപ്പോഴും ഇപ്പോഴൊക്കെയാണോ നമുക്ക് അത്തരത്തിലുള്ള ചിന്തകൾ ഓർമ്മകൾ നമ്മൾ തെറ്റിച്ച് കളയുന്നത്, മറപ്പിച്ച് കളയുന്നത്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് തടസ്സമായി കൊണ്ടിരിക്കുന്നത്, ഫാത്തിഹ ഓതിക്കൊണ്ടും അന്യചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊയിലൊക്കെ അന്യചിന്തയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അർത്ഥം മനസ്സിലാക്കുന്നതിന് എതിരെ തടസ്സം നിൽക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സുകൊണ്ട് ഓർക്കുക. എന്നിട്ട് അത്തരം പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രാർത്ഥിക്കുക. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു റബ്ബി ഖുർആനിൽ വന്ന പ്രാർത്ഥന എന്നാണ്. അത് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിൻ്റെ ഷർറിൽ നിന്ന്, അവനാണ് ഏറ്റവും വലിയ ശത്രു, നമുക്ക് മനുഷ്യൻ്റെ ശത്രു, അവൻ്റെ ചതിയിൽ പെടാതെ നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. അവന് ഒരു മടുപ്പ് വരില്ല. അത് ഓർക്കുക. പലപ്പോഴും എന്ത് ചെയ്യുന്നു, അവന് ബാങ്ക് കമ്മത്ത് കൊടുക്കുമ്പോൾ അവൻ ഓടിപ്പോവും ആ കേൾക്കാത്ത ദൂരത്തേക്ക്. വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് നമ്മൾക്കോട് പല കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും വലിയ ശത്രു നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് അവനാണ്. ഉറക്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, ഉറക്കത്തിൽ ഞങ്ങൾ ദുഃസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ ഭയപ്പെടുത്തുന്നു പിശാച്. ചിന്തിച്ചു നോക്കുക, അത്രയും സ്വാധീനമുണ്ട് ഉറക്കിൽ. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ആ ഉറക്കിൽ പോലും നമ്മളെ മനസ്സിനെ എന്ത് ചെയ്യുന്നു, ദുഷ്പരസ്യം കാണിച്ചു തരാനുള്ള ശക്തി, കഴിവ് അള്ളാഹു അവന് കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അപ്പോൾ അതിന് എന്ത് വേണം, ഒതു ചെയ്യണം. നമ്മൾ ചില പ്രാർത്ഥനകൾ ആയത്തുൽ കുർസി ഓതണം, ഇന്ന് കിടക്കണം, പല പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പറയേണ്ടതുണ്ട്. അതൊക്കെ അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാൻ, മൂത്രം വയ്ക്കാൻ പോയിട്ട് വീണ്ടും ഒന്നും ഉണ്ടാക്കാൻ പറ്റും, ഒന്നും ഉണ്ടാക്കുക. എന്ത് ചെയ്യുക, നമ്മൾ കിടക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിശാച് നമ്മളെ മനസ്സിനെ തെറ്റിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ അവൻ്റെ ശൈലി പെട്ടുപോയാൽ ഞാൻ വഴിച്ചു പോവും, അവൻ ശരിക്കും വിദ്യാർത്ഥിയിലേക്കും കൊണ്ടുപോകും, വഴി വെച്ചു പോകും. വിദ്യാർത്ഥികൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ആണ് എന്ന് കരുതി കൊണ്ടാണ് അത് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സഹോദരന്മാരെ തെറ്റ് കുറ്റങ്ങൾ ചെയ്യുന്ന പോലെയല്ല, ഹറാമായ ഒരു കാര്യം കള്ളുപിടിക്കുക വിചാരം പോലെ കാര്യങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും മുസ്ലിമീങ്ങളറിയാം ഹറാമാണ്. അതിന് പേടിച്ച് അവന് ഒരിക്കലും മറ്റൊരിക്കലും വിട്ടു നിൽക്കും. പക്ഷേ മൗലൂദ് റാത്തീബ് ഹദ്ദാത്ത് കുത്തുവയ്ത്ത് പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ മരിച്ചവരുടെ സഹായഭ്യർത്ഥന പോലുള്ള കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം കാര്യങ്ങൾ, ശിർക്കിൽ എത്തിപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ലതാണ്. ചെയ്തോ പണ്ഡിതന്മാരെ ആളുകൾ അവർക്ക് എന്ത് ചെയ്യും, ഫത്വ നൽകിയിട്ടുണ്ട്. അത് എന്താണെന്ന്, അത് ഇസ്തിയാസയാണ്, അത് തവസ്സുലാണ്, അനുവദനീയമാണ് ഫത്വ നൽകി. അതിൻ്റെ പിന്നാലെ കൂടി നല്ലത് നിലക്കാണ് എന്ത് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭ്യർത്ഥനയിൽ എത്തിപ്പെടുന്നത് നല്ലത് നിലക്കാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അത് വിട്ടു നിൽക്കില്ല. ഞാൻ കുറ്റകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഭയപ്പാട് ഇട്ടുകൊണ്ട് നമ്മളതിന് വിട്ടുവെക്കും. ഇത് അങ്ങനെയല്ല. അതുകൊണ്ട് ഇപ്പോൾ ഇബ്ലീസ് എന്ത് ചെയ്യുന്നു, മനുഷ്യർക്ക് നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഇബ്ലീസ് പിന്നെന്താണ്, നമ്മൾ ബിദഅത്തിൽ ചെയ്യുക എന്നുള്ളതാണ്, അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. കാരണം അതിന്നും അവൻ വിട്ടു നിൽക്കില്ല. നല്ലതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിനെതിരെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിപ്പിക്കുന്നവരെ കേൾക്കേണ്ട എന്നല്ല അവരെ നേതാക്കന്മാർ അവരോട് പറഞ്ഞിട്ടുള്ളത്. അവർ കേൾക്കൂല. അപ്പോൾ നമ്മളെ വഴിവിശരായവർ കാണുകയും അവരെന്ത് ചെയ്യുന്നു, അത്തരം അനാചാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതെന്താണ് ചെയ്ത്, ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, ഇബ്ലീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന, അള്ളാഹു തആല പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥ്യമാക്കുക. ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഒന്ന് മറ്റൊന്ന് റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു റബ്ബി യഹ്ദുറൂൻ ഉള്ള പ്രാർത്ഥനകളെ ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കിക്കൊണ്ട് മാതൃകകളായി മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ പിശാചിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെട്ട് നരകത്തിന് അകറ്റപ്പെട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വിചാരണ കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന
സത്യവിശ്വാസിയുടെ കൂടുതൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങളും ഞെരുക്കങ്ങളുണ്ട്. എല്ലാ ഞെരുക്കങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയ തമ്പുരാനെ, ഞങ്ങളുടെ കുടുംബക്കാർ, ബന്ധക്കാർ, വേണ്ടപ്പെട്ടവർ പലരും ആശുപത്രിയിലുണ്ട്, പല വീടുകളിൽ രോഗത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കും ഞങ്ങളും തന്നെ രോഗികളായ പലരും ഞങ്ങളെ കൊടുത്തില്ല. ഞങ്ങൾക്ക് എല്ലാ രോഗങ്ങളും ശിഫാക്കി തരണമേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് നീ നൽകണമേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി മാ സഅലക നബിയുക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഊദു ബിക മിൻ ശർരി മാ ഇസ്തആദ മിൻ നബിയുക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതൽ മുസ്തആൻ വഅലൈക്കൽ ബലാഗ്. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.